ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ തൊഴിൽ വാർത്തയിൽ വന്നിരിക്കുന്ന ഓരോ ആഴ്ചകളിലും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള PSC ചോദ്യങ്ങളെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് LGSൻ്റെ സമഗ്ര പരിശീലനം എന്നുള്ളൊരു ഭാഗമാണ്. ശാസ്ത്രത്തിൽ നിന്നുള്ള ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു പേജിലേക്കൂടെ ഇതിൻ്റെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഇല്ല, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കള്ളിയിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നോക്കുമ്പോൾ അന്തരീക്ഷവായുവിലെ വാതകങ്ങളുടെ ശതമാനം എത്ര എന്നുള്ളത് പറയുന്നു. നൈട്രജൻ എന്നുള്ളത് 78.08%, നൈട്രജൻ 78.08, ഓക്സിജൻ 20.95, ആർഗോൺ 0.9, കാർബൺ ഡയോക്സൈഡ് 0.038. ഇനി മറ്റുള്ളവ 0.032. അപ്പോൾ നൈട്രജൻ 78, ഓക്സിജൻ 20, ആർഗൺ 0.9, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ 0.38, മറ്റുള്ളവയാണെങ്കിൽ 0.32. അടുത്ത ഓക്സിജൻ കുടുംബം. പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ്റെ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 16ാം ഗ്രൂപ്പാണ്. അപ്പോൾ ദ്വിബന്ധന തന്മാത്രയ്ക്ക് ഉദാഹരണം ഓക്സിജനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ എന്നിവ. അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റിലെ ഘടക മൂലകങ്ങളാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും എന്നിവ. ഇപ്പോൾ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. കൊഴുപ്പിൻ്റെ ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി മെഴുകുതിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ആൽക്കഹോളിലെ ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അമോണിയം ക്ലോറൈഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകം വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. ഇനി ഹെമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് ഇരുമ്പാക്കി മാറ്റുന്ന രാസവസ്തുവാണ് കാർബൺ മോണോക്സൈഡ്. മണ്ണെണ്ണയിലെ ഘടക മൂലകങ്ങളാണ് ഹൈഡ്രജനും കാർബണുമാണ്. മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം മാറ്റാൻ ചേർക്കുന്നതാണ് സോഡിയം കാർബണേറ്റ്. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ എന്നാണ്. അപ്പോൾ മെഴുകുതിരി കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി കാർബൺ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡാണ്. ആൽക്കഹോള് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കുന്നതും അമോണിയം ക്ലോറൈഡ്. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകമാണ് ഹൈഡ്രജൻ സയനൈഡ്. ഹെമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് ഇരുമ്പാക്കി മാറ്റുന്ന രാസവസ്തുവാണ് കാർബൺ മോണോക്സൈഡ്. മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങളാണ് ഹൈഡ്രജനും കാർബണും. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് ചേർക്കുന്നതാണ് സോഡിയം കാർബണേറ്റ്. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറേറ്റ് സാധാരണ അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ എന്നാണ്. ഇനി ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ ഊർജം പുറപ്പെടുവിക്കുന്ന വാതക ഇന്ധനം ഹൈഡ്രജൻ. ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ ഊർജം പുറപ്പെടുവിക്കുന്ന വാതക ഇന്ധനമാണ് ഹൈഡ്രജൻ. കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമായ കാർബോജനിൽ അടങ്ങിയിരിക്കുന്നതാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും. ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ആലം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യമാണ് 2. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ അളവുകോലാണ് pH സ്കെയിൽ. ജലത്തിൽ കൂടുതലായി ലയിക്കുന്നൊരു സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നത്. ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഫ്യുവൽ സെല്ലുകൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ. അപ്പോൾ എന്തൊക്കെയാണ്? അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജനാണ്. ബഹിരാകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഫ്യുവൽ സെല്ലുകൾ എന്നറിയപ്പെടുന്നത്.
ജലത്തിൽ കൂടുതലായി ലയിക്കുന്ന സംയുക്തം അയോണിക സംയുക്തം. ലായനി ആസിഡാണോ ബേസാണോ തിരിച്ചറിയുന്നത് pH സ്കെയിൽ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യമാണ് 2. ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം ആലം. കൃത്രിമ ശ്വാസത്തിന് ഉപയോഗിക്കുന്ന വാതക മിശ്രിതമായ കാർബോജനിൽ അടങ്ങിയിരിക്കുന്നതാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ജ്വലനത്തിലൂടെ ഏറ്റവും കൂടുതൽ ഊർജ്ജം പുറപ്പെടുവിക്കുന്ന വാതക ഇന്ധനമാണ് ഹൈഡ്രജൻ.